ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത്. ഉച്ചവരെ ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയത്തിൽ സെമിനാർ ഉണ്ടാകും. വൈകിട്ടോടെ നടക്കുന്ന ഭക്തജന സംഗമം തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി പന്തളത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷയെ ഗുഡ് മോർണിംഗ്. ആദ്യം സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടത്തിയ ഒരു അയ്യപ്പ സംഗമം, അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങളും വിമർശനങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അതിന്റെ ബദൽ സംഗമം നടത്തുന്നു. ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ക്രിസ്റ്റീന, ആഗോള അയ്യപ്പ സംഗമത്തിന് 2 ദിവസത്തിനിപ്പുറം വിശ്വാസ സംരക്ഷണം അല്ലെങ്കിൽ ശബരിമല സംരക്ഷണം എന്ന പേരിൽ ഒരു ബദൽ സംഗമം നടക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്നു എന്നുള്ള ആരോപണമായിരുന്നു പ്രതിപക്ഷമടക്കം മുന്നോട്ട് വച്ചത്. പ്രത്യേകിച്ച് BJP വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായി അല്ലെങ്കിൽ അതിലെ വസ്തുതകൾ തുറന്നു കാട്ടാനായി ബദൽ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇന്ന് പന്തളത്താണ് ഈ ബദൽ സംഗമം നടക്കുന്നത്. ഈ വിശ്വാസത്തോടൊപ്പം വികസനം എന്ന പേരിലാണ് ഈ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഈ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ വിവിധ സെമിനാറുകളായിരിക്കും നടക്കുന്നത്. ഇതിൽ വിശ്വാസം, ഒപ്പം ശബരിമലയുടെ വികസനം, സുരക്ഷ എന്നീ വിഷയങ്ങളിലായിരിക്കും ഈ സെമിനാറുകൾ നടക്കുക. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തജന സംഗമം നടക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളടക്കം ഈ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കും. തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയാണ് ഈ വിശ്വാസ സംരക്ഷണം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമായും സർക്കാരിനെതിരെയും CPM-നെതിരെയും വലിയ വിമർശനങ്ങൾ ഈ സമ്മേളനത്തിൽ ഉയർന്നു കേൾക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പരമാവധി ആളുകളെ ഒപ്പം കൂട്ടാനും ഈ BJP ശ്രമിക്കുന്നുണ്ട്. അണ്ണാമലയെ പോലെയുള്ള ഒരു നേതാവിനെ എത്തിച്ചത് പോലും പരമാവധി ആളുകളെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി കൊണ്ടാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ശബരിമലയുടെ വികസനം നടപ്പിലാക്കണമെന്നുള്ള ഒരു നിലപാടായിരിക്കും ഈ ശബരിമല സംരക്ഷണ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം സർക്കാരിനെതിരെയും ആ സമ്മേളനത്തിൽ പ്രധാനമായും വിമർശനങ്ങൾ ഉണ്ടായിരിക്കും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പരമാവധി ഹിന്ദു വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നിലവിൽ സർക്കാരിനും CPM-നുമുണ്ട്. കാരണം ഈ പ്രബലമായ സമുദായ സംഘടനകൾ ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ ഈ സർക്കാരിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ സർക്കാർ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടും പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ച സമീപനവും ഒക്കെ തന്നെ തുറന്നു കാട്ടുന്നതായിരിക്കും ഈ ശബരിമല സംരക്ഷണ സമ്മേളനം. എന്തായാലും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നതാണ് ശബരിമല കർമ്മസമിതിയും BJP-യും അടക്കം പറയുന്നത്. ഈ 9 മണിക്കാണ് ഈ പന്തളം നാനാക് നഗറിൽ ആദ്യ സെമിനാറുകൾ ആരംഭിക്കുക. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വാമിയപ്പൻ നഗറിലായിരിക്കും ഭക്തജന സംഗമം നടക്കുക. ശരി, MG പ്രതീഷാണ് പന്തളത്തു നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.